നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളും തലക്കെട്ടുകളും പരിശോധിക്കാം. ഇന്ന് പ്രധാനമായും രണ്ട് വാർത്തകളാണ് പത്രങ്ങളിലെല്ലാം ഇടം പിടിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളിൽ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കുവാൻ വേണ്ടി ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. ആ റിപ്പോർട്ട് പുറത്തുവിടാമെന്ന ഹൈക്കോടതി ഉത്തരവാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊന്ന്, ഷിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന്റെ തിരച്ചിലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ലോറിയുടെ ജാക്കി കണ്ടെത്തിയ വാർത്തയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. മറ്റ് പ്രാധാന്യമുള്ള വാർത്തകളും ഓരോ പത്രങ്ങളിലുമുണ്ട്. ഈ രണ്ട് വാർത്തകളാണ് എല്ലാ പത്രങ്ങളിലും ഇന്ന് പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ളത്. ഓരോ പത്രങ്ങളും എത്രമാത്രം പ്രാധാന്യത്തോടുകൂടിയാണ് ഈ വാർത്തകൾ നൽകിയിട്ടുള്ളത്, അതല്ലാതെ മറ്റേതെങ്കിലും വാർത്തകൾക്കാണോ പ്രാധാന്യമുള്ളത് എന്നെല്ലാം പരിശോധിക്കാം. ആദ്യം മാധ്യമമാണ്. മാധ്യമത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാം ഹൈക്കോടതി എന്ന തലക്കെട്ടോടുകൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാമെന്ന കോടതിയുടെ ഉത്തരവുമായി ബന്ധപ്പെട്ട വാർത്ത. അതിൽ മന്ത്രി സജി ചെറിയാന്റെ അഭിപ്രായം പ്രത്യേകമായി ആ വാർത്തയിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ മാധ്യമം ഷിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ അർജുന്റെ വാർത്തയ്ക്ക് ആദ്യ പേജിൽ ഏറ്റവും താഴെയാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഷിരൂർ ലോറിയുടെ ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തി എന്ന തലക്കെട്ടാണ് അതിന് നൽകിയിട്ടുള്ളത്. മാധ്യമം ഇന്ന് മറ്റു പ്രധാനപ്പെട്ട വാർത്തയെ ആദ്യ പേജിൽ തന്നെ നൽകിയിട്ടുള്ളത് UAPA കേസുകളിലും ജാമ്യം നൽകണം എന്നുള്ള വാർത്തയാണ്. UAPA പോലുള്ള ഗുരുതര കുറ്റം ചുമത്തി അറസ്റ്റിലായവർക്കും ചട്ടം പരിശോധിച്ച് ആവശ്യമെങ്കിൽ കോടതിയിൽ ജാമ്യം അനുവദിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞ വാദമാണ് മാധ്യമം വലിയ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ദീപികയിലേക്ക് വരുമ്പോൾ, ദീപിക ഇസ്രായേലിന് US മുന്നറിയിപ്പ്, ഇറാൻ ഉടൻ ആക്രമിക്കും, ഇസ്രായേലിനെ സംരക്ഷിക്കുമെന്ന് വൻ ശക്തികൾ, നേരിടാനൊരുങ്ങി ഇസ്രായേൽ എന്ന വാർത്തയാണ് ദീപിക വലിയ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ളത്. യുദ്ധമുഖത്ത് നിൽക്കുന്ന രണ്ട് സൈനികരുടെ ചിത്രത്തോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. വലതു ഭാഗത്തായി കാര്യമായ ഒരു പ്രാധാന്യത്തോടെ തന്നെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാമെന്ന തലക്കെട്ടോടുകൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്ത. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി ആദ്യ പേജിൽ തന്നെ ദീപിക നൽകിയിട്ടുള്ളത് അർജുന്റെ വാർത്തയാണ്. അർജുന്റെ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയെന്ന വാർത്തയാണ്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ, മാതൃഭൂമി ഇന്ന് വലിയ പ്രാധാന്യത്തോട് കൊടുത്തിട്ടുള്ള വാർത്ത ഉരുൾപൊട്ടൽ മേഖലയിലെ പുനരധിവാസം ഭൂമി തേടി സർക്കാർ എന്ന വാർത്തയാണ്. തീവ്ര ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളെ പുനരധിവസിപ്പിക്കുവാൻ ഭൂമി തേടി സർക്കാർ എന്ന വാർത്ത. ഉരുൾപൊട്ടൽ സാധ്യ മേഖല 460 എന്ന പ്രത്യേക അറിയിപ്പും മാതൃഭൂമിയുടെ പ്രധാനപ്പെട്ട വാർത്തയിലുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കും പ്രാധാന്യം മാതൃഭൂമി ആദ്യ പേജിൽ തന്നെ നൽകുന്നു. നിർമ്മാതാവിന്റെ ഹർജി തള്ളി, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാം എന്ന ഹൈക്കോടതി ഉത്തരവ്. എന്നാൽ അർജുന്റെ വാർത്തയ്ക്ക് ആദ്യ പേജിൽ എവിടെയും വലിയ പ്രാധാന്യമൊന്നും മാതൃഭൂമി നൽകിയിട്ടില്ല. മാധ്യമത്തിലെ UAPA കേസിലും ജാമ്യത്തിന് മുൻഗണന നൽകണം സുപ്രീം കോടതി എന്ന വാർത്തയ്ക്കും മാതൃഭൂമി ആദ്യ പേജിൽ ഇടം നൽകിയിട്ടുണ്ട്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ, കേരള കൗമുദിയിൽ നിന്ന് വലിയ പ്രാധാന്യത്തോട് കൊടുത്തുള്ള വാർത്ത ചൂരൽമലയിൽ അതിതീവ്ര മഴ, താൽക്കാലിക പാലം തകർന്നു, ബെയിലി പാലം അടച്ചു എന്ന വാർത്തയാണ്. 250 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു, ഒഴുക്കിൽപ്പെട്ട പശുവിനെയും ഇന്നലെ രക്ഷിച്ച വാർത്തയടക്കം കേരള കൗമുദി നൽകിയിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാം ഭാഗികമായി എന്ന തലക്കെട്ടോടുകൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്ത കൗമുദി ആദ്യ പേജിൽ തന്നെ നൽകുന്നു. അർജുന്റെ ലോറിയുടെ ജാക്കി നദിയിൽ കിട്ടി എന്ന തലക്കെട്ടോടുകൂടി ജാക്കി കണ്ടെത്തിയ വാർത്തയ്ക്ക് ഇടതുഭാഗത്ത് ചെറിയൊരു പ്രാധാന്യം കേരള കൗമുദി നൽകിയിട്ടുണ്ട്. കേരള കൗമുദി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെ ആദ്യ പേജിൽ തന്നെ നൽകിയിട്ടുള്ളത് കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവം CBI പറഞ്ഞെത്തി എന്ന തലക്കെട്ടോടുകൂടി. കൊൽക്കത്തയിലെ RG-കർ സർക്കാർ മെഡിക്കൽ കോളേജ് 2ാം വർഷ PG ട്രെയിനി ഡോക്ടറെ ബലാത്സംഗത്തിനെതിരാക്കി കൊലപ്പെടുത്തിയ കേസ് കൽക്കത്ത ഹൈക്കോടതിയുടെ ഉത്തരവ് വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ CBI ഏറ്റെടുത്തു എന്ന വാർത്തയാണ് കേരള കൗമുദി വലിയ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ളത്. ജന്മഭൂമി ഇത്തരം വാർത്തകൾക്കൊന്നുമല്ല ഇന്ന് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. കോടികളുടെ നിക്ഷേപ തട്ടിപ്പ്, KPCC സെക്രട്ടറി അറസ്റ്റിലായി എന്നുള്ള വാർത്തയാണ്. CS ശ്രീനിവാസനാണ് കോടികളുടെ നിക്ഷേപ തട്ടിപ്പിൽ അറസ്റ്റിലായത് എന്ന് ജന്മഭൂമിയുടെ ആദ്യ പേജിൽ വാർത്തയെ നൽകിയിരിക്കുന്നു. ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കല മെഡൽ നേടി തിരിച്ചു വന്ന ശ്രീജേഷിനെ ഡൽഹി വിമാനത്താവളത്തിൽ വൻ സ്വീകരണം നൽകിയ വാർത്ത ചിത്രത്തോടുകൂടി ജന്മഭൂമി ആദ്യ പേജിൽ നൽകുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തയോ അർജുന്റെ തിരച്ചിലുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കൊന്നും ജന്മഭൂമി ആദ്യ പേജിൽ എവിടെയും ഇടം നൽകിയിട്ടില്ല. വയനാട്ടിൽ വിദഗ്ധ സംഘം പരിശോധന തുടങ്ങിയെന്ന വാർത്തയ്ക്കാണ് ജന്മഭൂമി പ്രാധാന്യം നൽകിയിട്ടുള്ളത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിദഗ്ധ സംഘം ദുരന്ത മേഖലയിൽ പരിശോധന തുടങ്ങിയെന്ന വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട് ജന്മഭൂമിയുടെ ആദ്യ പേജിൽ. മലയാള മനോരമയിലേക്ക് വരുമ്പോൾ, മലയാള മനോരമ ഇന്ന് പ്രാധാന്യമേറെ നൽകിയിട്ടുള്ളത് വടകര തെരഞ്ഞെടുപ്പ് കാഫിർ വിവാദത്തിൽ പോലീസ് റിപ്പോർട്ട്, തുടക്കം ഇടത് ഗ്രൂപ്പുകളിൽ എന്ന തലക്കെട്ടോടുകൂടി. സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തവർ ഉറവിടം വ്യക്തമാക്കുന്നില്ല, ഫോണുകൾ പിടിച്ചെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു എന്ന വാർത്ത. കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദമായിരുന്നു കാഫിർ വിവാദം. അതിന്റെ തുടക്കം ഇടത് ഗ്രൂപ്പുകളിൽ നിന്നാണെന്നുള്ള കണ്ടെത്തൽ.
മലയാള മനോരമയുടെ ആദ്യ പേജിൽ നൽകിയിരിക്കുന്നു. അർജുന്റെ ലോറിയുടെ ജാക്കി കിട്ടിയ വാർത്ത. വീണ്ടും തിരച്ചിൽ അർജുന്റെ ലോറിയുടെ ജാക്കി കിട്ടിയെന്ന തലക്കെട്ടോടുകൂടി ആദ്യ പേജിൽ മലയാള മനോരമ നൽകിയിരിക്കുന്നു. കുറച്ചുകൂടി പ്രാധാന്യത്തോടുകൂടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവിനെ മലയാള മനോരമ അവതരിപ്പിച്ചിട്ടുള്ളത്. PG ഡോക്ടറുടെ കൊലപാതകം അന്വേഷണം CBIക്ക് വിട്ടു എന്ന വാർത്തയും മലയാള മനോരമ ആദ്യ പേജിൽ തന്നെ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ മുടങ്ങിയില്ല കരുതൽ, കാരുണ്യക്ക് 100 കോടി കൂടി എത്തുന്നു ഓണച്ചന്തകൾ എന്ന തലക്കെട്ടോടുകൂടി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് 100 കോടി രൂപ കൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ചു എന്ന വാർത്ത. ഒപ്പം ഓണക്കാലത്ത് വിലക്കുറവിൽ സാധനങ്ങൾ നൽകുവാനുള്ള തയ്യാറെടുപ്പുകളിലായി സംസ്ഥാന സർക്കാർ എന്ന വാർത്ത. വലിയ പ്രാധാന്യമാണ് ആ വാർത്തയ്ക്ക് നൽകിയിട്ടുള്ളത്. ഒപ്പം മറ്റു പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിട്ടുള്ളത് സഹാറയുടെ 2 കോടി പിഴ മുണ്ടക്കൈക്ക് എന്ന വാർത്തയാണ്. ഉപഭോക്തൃ കേസിലെ കോടതി ഉത്തരവ് പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയ സഹാറ ഗ്രൂപ്പിന് 2 കോടി രൂപ പിഴ ചുമത്തി സുപ്രീം കോടതി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പിഴത്തുക കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിക്ഷേപിക്കുവാൻ ജസ്റ്റിസ് ഹിമ കോഹ്ലി, ജസ്റ്റിസ് സന്ദീപ് മെഹ്റ എന്നിവർ അംഗങ്ങളായ ബെഞ്ച് ഉത്തരവിട്ട വാർത്ത. 2 പ്രധാനപ്പെട്ട വാർത്തകളായി ദേശാഭിമാനി ആദ്യ പേജിൽ നൽകുന്നു. ഇനി മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും ഒപ്പം കാർട്ടൂണുകളും ഒക്കെ പരിശോധിക്കാം. മാധ്യമത്തിന്റെ ആദ്യ പേജിൽ മറ്റ് പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിട്ടുള്ളത് അൽ അക്സയിൽ കടന്നുകയറി എന്ന വാർത്തയാണ് മാധ്യമം നൽകിയിട്ടുള്ള മറ്റു പ്രധാനപ്പെട്ട വാർത്ത. ഒപ്പം 3,88,634 പേർക്ക് റെഗുലർ പഠന അവസരം, +1 പ്രവേശനം സർവകലാ റെക്കോർഡിൽ എന്ന വാർത്തയാണ്. അതായത് മലബാറിലെ സീറ്റ് ക്ഷാമം പരിഹരിക്കുവാൻ 138 താൽക്കാലിക ബാച്ചുകൾ കൂടി അനുവദിച്ചതോടെ ഇത്തവണ +1 പ്രവേശനം നേടിയ കുട്ടികളുടെ എണ്ണം സർവകാല റെക്കോർഡ്. ഇതുവരെയുള്ള ഉയർന്ന വിദ്യാർത്ഥി പ്രവേശനം കഴിഞ്ഞ വർഷത്തെ 3,82,739 ആണെങ്കിൽ ഇത്തവണ 3,88,634 ഉയർന്നിരിക്കുന്നു. വീട് വാടകയ്ക്കെടുക്കാൻ സർക്കാർ സഹായം നൽകുമെന്നുള്ള വാർത്തയും മാധ്യമം ആദ്യ പേജിൽ നൽകിയിട്ടുണ്ട്. മാധ്യമത്തിന്റെ ഉൾപേജിൽ ദുരന്ത മേഖലയിൽ എല്ലാ വായ്പകളും എഴുതിത്തള്ളണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം മുഖ്യമന്ത്രി അറിയിച്ച വാർത്ത പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. ഇനി ദീപികയിലേക്ക് വരുമ്പോൾ ദീപിക ചൂരൽമല മുണ്ടക്കൈ വിലങ്ങാട് പുനരധിവാസം KCBC 100 വീട് നിർമ്മിച്ച് നൽകും എന്ന വാർത്ത. മുഴുവൻ കുടുംബങ്ങൾക്കും 9,500 രൂപ വീതം അടിയന്തര സഹായം നൽകുമെന്നുള്ള വാർത്തയും ആദ്യ പേജിൽ വലിയ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. പോലീസ് തലപ്പത്ത് അഴിച്ചുപണി, 9 SP-മാർക്ക് സ്ഥലമാറ്റമെന്ന വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. ദീപികയുടെ ആദ്യ പേജിൽ പെരുമഴ വരുന്നു, 12 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം എന്ന വാർത്ത. സ്കൂളുകൾക്ക് ശനിയാഴ്ച പ്രവൃത്തി ദിനമല്ല. ദീപികയുടെ മാവേലിനാട് എന്ന കാർട്ടൂൺ പരമ്പരയിൽ C അച്യുതമേനോനെ നവകേരള ശില്പിയായി CPM അംഗീകരിക്കില്ല. ചെറിയാൻ ഫിലിപ്പ് 7 വർഷമായി അവരുടെ ശില്പിയാണ് നവകേരളം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് അവരുടെ വിശ്വാസം എന്ന തലക്കെട്ടാണ് അതിന് നൽകിയിട്ടുള്ളത്. നീതി എന്ന തലക്കെട്ടോടുകൂടി വിനീഷ് ഫോഗന്റെ അപ്പീലിൽ വിധി വന്നില്ല. 16-ാം തീയതിയിലേക്ക് വിധി പറയുന്നത് നീട്ടിവെച്ചു. ബീജ അണ്ടദാതാവിന് കുട്ടിയുടെ മേൽ അവകാശമില്ല എന്ന ബോംബെ ഹൈക്കോടതിയുടെ ഉത്തരവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ആർട്ടിക്കിൾ ദീപികയുടെ ഉൾപേജിൽ. മാതൃഭൂമിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വഖഫ് ബിൽ ജഗദംബിക പാൽ JPC അധ്യക്ഷ എന്ന വാർത്തയാണ്. കാകദൃഷ്ടി എന്ന മാതൃഭൂമിയുടെ കാർട്ടൂൺ പരമ്പരയിൽ SI പ്രതിയെ പിടിക്കാനിറങ്ങിയത് ഗുണ്ടകളെയും കൂട്ടി ആളുമാറി യുവാവിനെയും ഭാര്യയെയും മർദ്ദിച്ചു. ഗുണ്ടാ സംഘം അല്ല, പോലീസ് സംഘം അല്ലല്ല, ഗുണ്ടാ പോലീസ് സംഘം പുറപ്പെട്ടിട്ടുണ്ട്, ഓവർ എന്ന തലക്കെട്ടാണ് ആ കാർട്ടൂൺ പരമ്പരയ്ക്ക് നൽകിയിട്ടുള്ളത്. വിജയശ്രീ എന്ന തലക്കെട്ടോടുകൂടി പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കലം നേടിയ PR ശ്രീജേഷിന് ഡൽഹി എയർപോർട്ടിൽ സ്വീകരണം നൽകിയ വാർത്ത. മാതൃഭൂമിയുടെ ഉൾപേജിലേക്ക് വരുമ്പോൾ അഭിമന്യു രക്തസാക്ഷി ഫണ്ട് കാണാനില്ല, പാർട്ടിക്ക് പരാതി. രക്തസാക്ഷി അഭിമന്യുവിന്റെ ഫണ്ട് കാണാനില്ല എന്ന പരാതിയുമായി ബന്ധപ്പെട്ട വാർത്ത. ഹർജി തള്ളി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാമെന്ന വിശദമായ വാർത്ത ദേശാഭിമാനി ഉൾപേജിൽ നൽകിയിട്ടുണ്ട്. ദേശാഭിമാനി ആദ്യ പേജിൽ ഇവിടെയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിരുന്നില്ല. എന്നാൽ ഉൾപേജിൽ ഹർജി തള്ളി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാമെന്ന തലക്കെട്ടോടുകൂടി ആ വാർത്ത നൽകിയിട്ടുണ്ട്. എല്ലാ പത്രങ്ങളുടെയും കായിക പേജിൽ നിന്ന് പ്രാധാന്യത്തോടു കൂടിയുള്ളത് 2 വാർത്തകളാണ്. ഒന്ന്, വിനേഷ് ഫോഗട്ടിന്റെ അപ്പീലിൽ 16-ാം തീയതി വിധി പറയുന്നത് നീട്ടിവെച്ചു എന്നുള്ള വാർത്ത. മറ്റൊന്ന്, ഹോക്കിയിൽ വെങ്കലം നേടിയ ശ്രീജേഷിന് ഡൽഹി എയർപോർട്ടിൽ സ്വീകരണം നൽകിയ വാർത്ത.